കൂട്ടുകാരെ, ഞാൻ ഋഷിത. നല്ലവണ്ണം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാരൂരിന്റെ പൊതിച്ചോറ് എന്ന പുസ്തകമാണ്. കാരൂരിന്റെ മിക്ക കഥകളിലെ കഥാവിഷയം മനുഷ്യരുടെ ഇല്ലായ്മയും വല്ലായ്മയുമാണ്. ഈ കഥയിൽ പ്രധാനമായി പറയുന്നത് ഒരു അധ്യാപകന്റെ ഇല്ലായ്മയെ കുറിച്ചാണ്. ഈ കഥയിൽ ഒരു അധ്യാപകൻ തന്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ പൊതിച്ചോറ് കട്ടിരുന്നു. ആ അവസ്ഥ വന്നത് ആ അധ്യാപകന്റെ വീട്ടിലുള്ള പട്ടിണി മൂലമാണ്. ആ സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും അധ്യാപകർ ചോദ്യം ചെയ്തു. അവരാരും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി മോഷണം നടത്തിയ അധ്യാപകന് ഒരുപാട് കുറ്റബോധം. ആ അധ്യാപകൻ സ്കൂൾ മാനേജർക്ക് ഒരു കത്തെഴുതി. ആ കത്തിലെ വരികൾ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി. ആ കത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു: ഞാൻ എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾ മാസം വെറും 12 രൂപ മാത്രമാണ് തരുന്നത്. എനിക്കിതല്ല, ഇതിനപ്പുറവും ചെയ്യേണ്ടി വരും. ഈ കഥ വായിച്ചപ്പോൾ പണ്ടുകാലത്ത് കുറെ അധ്യാപകർ പട്ടിണിയും ദുരിതവും അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരൂരിന്റെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണേ. ജോലി ചെയ്തു തളർന്നു വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തന്റെ 3-4 ഉരുളിയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് ഇതിന് ഉത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെ ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം. പക്ഷേ എന്നോട് നിങ്ങളൊന്ന് പറയിൻ, ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു?